ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 21 വ്യാഴാഴ്ച ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന നക്ഷത്രഫലമാണ്. അപ്പോൾ നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ 4-ൽ നിൽക്കുന്നു, സൂര്യനാകട്ടെ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രഹസ്ഥിതിയാണ് ഇവർക്കുള്ളത്. 11ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. തൊഴിലിൽ നിന്നുള്ള ധനവരവാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരേണ്ടത്. പക്ഷെങ്കിൽ ഈ നാളുകാരെ സംബന്ധിച്ച് 12-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പലർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. 2-ലെ വ്യാഴം കൊണ്ട് ജീവിതത്തിൽ ധനനേട്ടവും കടബാധകളൊക്കെ കൊടുത്തു തീർക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരുപാട് പേർ കാത്തിരുന്നു. അത്രമേലുള്ള വീഡിയോകളൊക്കെ പലരും കേട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെങ്കിൽ പലരുടെയും ജീവിതത്തിൽ ഈ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടുള്ള വ്യാഴം വന്ന് നിൽക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളൊന്നും അതിനെ വന്നു ചേരുന്നില്ല. അതിൻ്റെ കാരണം 12-ലെ രാഹുവാണ് ഒട്ടുമിക്ക ആൾക്കാരെയും സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ധനപരമായി വലിയ നേട്ടമോ തൊഴിൽ പുരോഗതിയോ പ്രതീക്ഷിച്ച പോലുള്ള ധനപരമൊന്നും ഉണ്ടാകാത്തത്. അപ്പോൾ അതൊക്കെ പ്രിയപ്പെട്ടവർ നോക്കി അതിൻ്റേതായ പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചെയ്തു പോകുക. അപ്പോൾ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. ഭൂമിയെ കൊണ്ടുള്ള വലിയ കാര്യമായ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ലെങ്കിലും വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസവുമാണ് വ്യാഴാഴ്ച ദിവസം. ഒരുപക്ഷെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് അനുകൂലമായ അനുഭവങ്ങളെയൊക്കെ കൊടുക്കുന്നതാണ്. സുഖവും സമൃദ്ധിയും ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനപരമായ ഒരു അനുകൂലമായ സ്ഥിതിയെ അവർക്ക് കൊടുക്കും. ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ കൊടുക്കും. പ്രശസ്തി, അംഗീകാരമൊക്കെ അവരെ തേടി വരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂലമായിട്ടുള്ളവർക്കായിരിക്കും ഇപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നിലനിൽക്കുന്നു. ദാമ്പത്യ ജീവിത വിജയം വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിലാണ് അവർക്ക് ശുക്രൻ നിൽക്കുന്നത്. വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല എങ്കിൽ പോലും ഒരു സൗന്ദര്യപ്പിണക്കത്തിന് വരെ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായുള്ള അനുകൂലമായൊരു ദിവസമാണ്. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിതത്തിലെ അനുകൂലമായ അനുഭവങ്ങൾ, തൊഴിൽപരമായുള്ള അനുകൂലമായ അനുഭവങ്ങൾ, പിന്നെ ധനസ്ഥിതി ഏറെക്കുറെ മെച്ചമാണ്. ചിലർക്കൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യമുള്ള ദിവസം. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമായിട്ട് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാർക്ക്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന വ്യാഴം സ്ത്രീ ജാതകർക്ക് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. പുരുഷ ജാതകർക്കാണ് അവർക്ക് ധനം തികയാത്തൊരവസ്ഥ ഉണ്ടാക്കും, കടം മേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പൊതുവേ ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം കൊണ്ടൊക്കെ അവർ ജീവിക്കുമെങ്കിലും അവർക്ക് ധനം തികയാത്തൊരവസ്ഥ അവരിൽ വന്നു ചേരും. അങ്ങനെ കടം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചിലരിലൊക്കെ ഒരു പ്രതികൂലമായ അനുഭവത്തെ കൊടുക്കും. ഈ കടം വാങ്ങിക്കുന്നത് മൂലം പിന്നീട് ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ, വാങ്ങിക്കുന്ന പണം തിരികെ കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. പിന്നെ അതുമൂലം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, മിഥുനക്കൂറുകാർ വ്യാഴാഴ്ച ദിവസം അങ്ങനെ പണം കടമൊക്കെ മേടിക്കാൻ ശ്രമിക്കരുത്. മേടിച്ചാൽ അത് കൊടുക്കാൻ പറ്റത്തില്ല.
പിന്നെ അത് വലിയൊരു ശത്രുതയിലും പ്രശ്നത്തിലും ഒക്കെ അവസാനിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. സ്ത്രീകളാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. 12-ലെ വ്യാഴം സ്ത്രീകൾക്ക് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ഭർതൃഭാഗ്യം, സൽസന്താന യോഗം ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുരുഷ ജാതകർക്കാണ് വ്യാഴം, അതായത് ധനവും പുരുഷന്മാരുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബന്ധമുള്ളത്. അപ്പോൾ ധനം 12-ൽ നിൽക്കുന്ന വ്യാഴം ധനനഷ്ടത്തെ കൊടുക്കും എന്ന് പറഞ്ഞാൽ മേടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന്മേലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് ധനത്തിന് അമിതമായ ചിലവുണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും, ധനവ്യയം ഉണ്ടാകും. അത് കുടുംബജീവിതത്തെ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള ജീവിതത്തെ ബാധിക്കും, ദോഷം ചെയ്യും, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ദോഷവശങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതൃസുഖം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ധനം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴാഴ്ചയുടെ അധിപൻ വ്യാഴം നിൽക്കുന്നത്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ജന്മത്തിൽ തന്നെ നിൽക്കുന്നു. അവർക്ക് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിച്ച് ശാസ്ത്രജ്ഞാന മേഖലയിലുള്ളവർക്ക് ശോഭിക്കുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അവിടെ ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ്. ചിലരൊക്കെ ധനം തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദിവസമാണ്. അവർക്ക് അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത, വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായി വ്യാഴം 11-ൽ നിൽക്കുന്നു. ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം വലിയ ദോഷമില്ലാതെ കടന്നു പോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അവർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് മറ്റുള്ള ദിവസങ്ങളെപ്പോലെയല്ല ഈ വ്യാഴാഴ്ച ദിവസം. അവർക്ക് അനുകൂലമായ ഒട്ടേറെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. തൊഴിൽപരമായുള്ള ധനസമ്പാദന അവർക്ക് സന്തോഷത്തെ ഉളവാക്കി കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അവർ സ്വന്തം ജനങ്ങളിൽ അറിയപ്പെടുന്നവരാവും. മറ്റുള്ളവർ അവരെ ബഹുമാനിക്കുന്ന ദിവസമായിരിക്കും. ഈശ്വരവിശ്വാസം വർദ്ധിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുകയാണ്. 12-ൽ അവർക്ക് ഈ ചൊവ്വ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ജനുവരി മാസം 27-ാം തീയതി വരെ ആ ഒരു സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ ഈ ചൊവ്വയുമായി കൂടിച്ചേരുന്നത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ഒരു ആശ്വാസം വന്നു ചേരുമെന്നുള്ളൊരു പ്രത്യേകതയാണ്. ചന്ദ്രൻ കർക്കിടകൻ രാശി വിട്ടു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് 12-ൽ നിൽക്കുന്ന ഈ ചൊവ്വ ഭൂമി നഷ്ടത്തെ അവരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയെ കൊടുക്കുന്നു. അതായത് ഭൂമിയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ഒരുപക്ഷെ കടം വീഴാനൊക്കെ ഉള്ള സാഹചര്യത്തിൽ അവർ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അതിന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഓരോ ഗ്രഹത്തെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അര മുതൽ താഴോട്ട് കാല്, മുട്ട് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഈ ചൊവ്വയ്ക്കാണ് അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചൊവ്വയാണ് നമ്മുടെ ആ ശരീരഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം. അത് 12-ാം ഭാവത്തിൽ വന്നാൽ ആ ഭാഗത്ത് നമ്മുടെ അര മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുരുകക്ഷേത്രങ്ങളിലൊക്കെ മുരുകൻ്റെ അടുത്ത് പോയാണ് അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മരുന്നും കഴിക്കണം. അപ്പോൾ അങ്ങനെ ആ പ്രതിസന്ധി അങ്ങനെ മാറിക്കിട്ടും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കുടുംബപരമായ സുഖം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽപരമായ നേട്ടമുള്ള സമയമാണെങ്കിൽ പോലും ഈ രോഗം അവർക്ക് അലട്ടുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിൽ, പ്രത്യേകിച്ച് കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് 9-ൽ വ്യാഴം നിന്നാൽ സ്ത്രീകൾ ഭാഗ്യവതികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഭാഗ്യമില്ലാത്തൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു 7-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാഹു ഇവരെ നോക്കുന്നു. ഇവരുടെ ജന്മഭാവത്തിൽ കേതു നിൽക്കുന്നു. അപ്പോൾ രാഹുവും കേതുവും കൂടി ഇവരുടെ ജീവിതം ഇങ്ങനെ തട്ടിക്കളിക്കുന്നൊരു സമയമാണ്. വ്യാഴത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ. പലരും പ്രതിസന്ധികളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള
പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. മക്കൾക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല, മക്കൾക്ക് ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും വിഷമതകൾ അനുഭവിച്ചു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യാഴാഴ്ച ദിവസവും അവരുടെ ജീവിതത്തിൽ കടന്നു പോകും. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസം വന്നു ചേരുന്ന അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ ധനുരാശിയിൽ നിൽക്കുന്നു. ധനുരാശിയുടെ അധിപനായ വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അങ്ങനെ ഗ്രഹങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നത് രാജയോഗതുല്യമായ അനുഭവം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്ത് നിന്ന് ഇത്രയും നാളും ഇതിനു മുമ്പ് ചതിവോ വഞ്ചനയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇനിയിപ്പോൾ ഇവർക്ക് നല്ല അനുഭവങ്ങളാണ്, രാജകീയമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത്. അവരുടെ സഹായങ്ങൾ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നല്ല അനുഭവങ്ങളായി വന്നു ചേരുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ചിലരിൽ കാര്യമായുണ്ടാകണമെന്നില്ല. കാരണം 2-ൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ അവിടെ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായാൽ പോലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു നേട്ടം, ധനപരമായ വിഷയത്തിലൊരു സഹായം, അതൊക്കെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മോശമായ സമയമാണ്. തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ 7-ൽ വ്യാഴം ബലവാനായിട്ട് ഉണ്ടെങ്കിൽ പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നു പോകുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ അവർക്ക് 4-ൽ ശനി നിൽക്കുന്നു, നല്ലതല്ല. അവരുടെ ജന്മത്തിൻ്റെ അധിപൻ കുജൻ നീചനായിട്ട് നിൽക്കുന്നു, നല്ലതല്ല. അവരുടെ ജന്മത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അപ്പോൾ അതും അത്ര നല്ലതല്ല. ശത്രുതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കണ്ണുനീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭാഗ്യക്കേടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. ചിലരൊക്കെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ലൊരു ജീവിത സാഹചര്യത്തിൽ കൂടി പോകുന്നവരുമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപൻ കുജൻ, ഈ കുജൻ അവർക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. കുജൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിലാണ്. അതുപോലെ തന്നെ ഈ കുജൻ അവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. 5-ാം ഭാവത്തിൻ്റെ സന്താന ഭാവത്തിൻ്റെ അധിപനുമാണ് ഈ ഗ്രഹം. അപ്പോൾ ഇത് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലർക്ക് മക്കളെ കൊണ്ടുള്ള ദുഃഖ, ദുരിത, പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു സമയമാണ്. ചിലർക്ക് അവർക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊരു കാര്യമാണ്. 12-ാം ഭാവത്തിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുമ്പോൾ, അപ്പോൾ ആ കുജൻ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് നഷ്ടം, ഭയം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ, 12-ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ആയുസ്സിന് പ്രശ്നമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഭയമുണ്ടാകും, അവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും. ചിലർ മാനസിക രോഗികളായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയത്തെ ഉളവാക്കുന്ന ഒരു നീചൻ, അതായത് ഈ ചൊവ്വ ബലമുള്ളൊരു ഗ്രഹമാണെങ്കിൽ അവർക്ക് ഒന്നിനെയും ഭയമില്ല, അവരെല്ലാത്തിനെയും, ഞാൻ പറയുമല്ലോ ഈ ചൊവ്വയുടെ പ്രത്യേകത എന്താണ്, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അഗ്നിയാണ്, ബോംബാണ്. അതുപോലെ തന്നെ അഗ്നിയാണ്, ബോംബാണ്, ഈ സകലതിനെയും ഇല്ലാതാക്കുവാൻ കഴിവുള്ള ഭയങ്കര ഒരു ശക്തിയാണ് ചൊവ്വ, ഭയങ്കര ശക്തിയാണ്. അപ്പോൾ ചൊവ്വ ഒരാളെ ശരിക്കും സ്വാധീനിച്ചാൽ ആ വ്യക്തി ഒരു 10 പേര് പിടിച്ചാൽ പോലും നിൽക്കത്തില്ല, അതുപോലെ ശക്തിയുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ ഈ ചൊവ്വ ഇപ്പോൾ നീചനായിട്ടാണ് ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ഈ നീചനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചൊവ്വയ്ക്ക് ബലമില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഭയമുണ്ടാകും. ചിലർക്കൊക്കെ അങ്ങനെ ഭയമുണ്ടാകും. അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഭയം കൊണ്ട് പലരും മാനസികമായി താഴ്ന്നു പോകാം, ജീവിതം അവസാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ചിലർക്ക് മാനസിക രോഗികളെ പോലെയുള്ള പെരുമാറ്റം ഉണ്ടാകാം. അങ്ങനെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലരിൽ മാത്രം. അത് ജനിച്ച സമയത്ത് ആ ഗ്രഹം എങ്ങനെയാണോ അവർക്ക് ഉള്ളത് അതുപോലെയാണ് ഈ പൊസിഷനിൽ വന്നു ചേരുക. അതായത് ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണെങ്കിൽ അവർക്ക് ദോഷം ചെയ്യും. ഇല്ല, അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ഗ്രഹമാണെങ്കിൽ അനുകൂലമായ ഫലത്തെ കൊടുക്കും.
ഇല്ല അവർക്ക് ഏറ്റവും പവറായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ജനിച്ച സമയത്ത് നിൽക്കുന്നതെങ്കിൽ അവരാര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും, കണ്ണിൽ കാണുന്നതെല്ലാം അടിക്കുകയും തല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂര സ്വഭാവമായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് ചൊവ്വയുടെ പ്രത്യേകത. അപ്പോൾ ഇവർക്കിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഈ ധനുക്കൂറുകാർക്ക് നിലവിലുണ്ട്. അത് മക്കളെ കൊണ്ടും ഉണ്ടാകാം, അതുപോലെ തന്നെ ഇവർക്ക് മക്കളെ കൊണ്ട് മാത്രമല്ല ഇവർക്കും വ്യക്തിപരമായ ജീവിതത്തിൽ മാനസികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ജനുവരി മാസം 27-ാം തീയതി വരെ തുടർന്ന് പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതിന് മുരുക ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മരുന്ന് കഴിക്കുക. അപ്പോൾ അത് മാറും. പെട്ടെന്ന് മാറിയില്ലെങ്കിലും അത് ജനുവരി മാസം വരെ നിൽക്കും. അത് കഴിഞ്ഞ് അതങ്ങ് മാറിക്കോളും. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ 3-ാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹം ത്രികോണ ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കാര്യവിജയത്തെ കൊടുക്കും. എങ്കിലും മക്കളുമായിട്ടുള്ള ഒരു നല്ല സ്നേഹബന്ധം ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായുള്ള നേട്ടവും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അവർക്ക് ഈ മകരക്കൂറുകാർ ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ചൊവ്വ അവർക്ക് നീചനായിട്ട് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു ഉള്ളതുകൊണ്ട് അവർക്ക് നഷ്ടം. 11-ാം ഭാവാധിപനാണല്ലോ ചൊവ്വ. അപ്പോൾ ലാഭത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലല്ലേ ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഗ്രഹത്തിന് ബലമില്ലാതാണ് 7 നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ സൂക്രം ഉണ്ടാകാം, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകാം, ഏതെങ്കിലും ഒരു ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്ക് വ്യാഴം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കാരണം അവരുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 12-ൽ നിൽക്കുന്നു. 12-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 4-ൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പരസ്പരം ഗ്രഹങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് രാജയോഗ തുല്യമായ ഒരു അനുഭവത്തിൽ കൂടി, രാജയോഗമല്ല രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വീട്, വസ്തുവാഹനം, ഭൂമി, ബന്ധുക്കൾ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടിയാണ് കുംഭക്കൂറ കടന്നു പോവുക. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. എന്നാൽ ചിലർക്ക് തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് തൊഴിൽഭാവത്തിൻ്റെ അധിപതി നീചനായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ചിലർക്ക് അങ്ങനെ സംഭവിക്കാം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ 3-ാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ, രാജയോഗമല്ല അനുഭവങ്ങൾ, അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ ഇങ്ങനെ അവർക്ക് വലിയ ദോഷമൊന്നും വരത്തില്ല. എങ്കിലും കുടുംബസുഖമൊന്നും കാര്യമായി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. തൊഴിൽപരമായ നേട്ടവും സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമാണെങ്കിൽ പോലും അവർക്ക് ദാമ്പത്യ വിഷയങ്ങളിൽ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതും ഒരു കാര്യമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും അവർക്ക് നല്ലൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. മഹാദേവൻ വ്യാഴാഴ്ച ദിവസം എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.